പൈത്തണിൽ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് എന്ന് നോക്കാം. ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു കമ്പയർ ടു ഒബ്ജക്ട്സ്. രണ്ട് ഒബ്ജക്റ്റുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് എന്നത്. നമ്മൾ ഇതുവരെ കണ്ട പൈത്തണിന്റെ ക്ലാസ്സുകളിലൊന്നും ഒബ്ജക്ട്സ് എന്താണ്, ക്ലാസ് എന്താണ് എന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ടൊന്നും നോക്കിയിട്ടില്ല. എന്നാൽ ഇവിടെ പൈത്തണിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നോക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ഓപ്പറേറ്റർ ആണ് ഐഡന്റിറ്റി ഓപ്പറേറ്റർ എന്നത്. അത് വർക്ക് ആവുന്നത് ഒബ്ജക്ട്സിലാണ്. അതുകൊണ്ടാണ് ഒബ്ജക്ട്സിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മുന്നേ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ ഈ സെഷനിൽ നമ്മൾ ഇതുവരെ കണ്ട ഡാറ്റ ടൈപ്സിൽ എങ്ങനെയാണ് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് വർക്ക് ആവുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. വൺസ് നമ്മൾ ക്ലാസിനെ കുറിച്ചും ഒബ്ജക്ട്സിനെ കുറിച്ചെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസിൽ ഡയറക്റ്റ് ആ ഒബ്ജക്റ്റ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടും സെയിം തന്നെ ആയിരിക്കും. സോ നമുക്ക് ആദ്യം തന്നെ എന്താണ് ക്ലാസ്, അതേപോലെ തന്നെ എന്താണ് ഒബ്ജക്റ്റ് എന്ന് നോക്കാം. ആക്ച്വലി പൈത്തണിൽ യൂസ് ചെയ്യുന്ന ക്ലാസ്, ഒബ്ജക്ട്സ് എന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ടുള്ള ക്ലിയർ കട്ട് ഐഡിയ ഒന്നും അല്ല ഇവിടെ തരാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് ഒബ്ജക്ട്സ് എന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി മാത്രം ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എന്താണ് ക്ലാസ്, എന്താണ് ഒബ്ജക്ട്സ് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ക്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റിയൽ ലൈഫ് എൻറ്റിറ്റിയും അതിന്റെ പ്രോപ്പർട്ടീസും കൂടെ കൂട്ടിച്ചേർത്തതിനെയാണ്. അതേപോലെ തന്നെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ആണ്. സോ നമുക്കൊരു എക്സാമ്പിളിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് എന്താണ് ക്ലാസ്, അതേപോലെ തന്നെ എന്താണ് ഒബ്ജക്റ്റ് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്ന റിയൽ ലൈഫ് എൻറ്റിറ്റി എന്ന് പറയുന്നത് കാറാണ്. ഈ കാറും അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ കൂടിച്ചേർന്നതാണ് ഒരു ക്ലാസ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് ഏറ്റവും ആദ്യം കമ്പനി നെയിം, ദെൻ മോഡൽ, അതിനുശേഷം ഫ്യൂവൽ ടൈപ്പ്, ദെൻ ലാസ്റ്റ് കാറിന്റെ കളർ. ഇങ്ങനെ 4 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ കമ്പ്യൂട്ടർ മെമ്മറിയിൽ ഇങ്ങനൊരു ക്ലാസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു കാറ് വാങ്ങിയിട്ടുണ്ട്, ആ കാറിന്റെ ഡീറ്റെയിൽസ് കമ്പ്യൂട്ടറിലേക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനൊരു ഒബ്ജക്റ്റ് മാത്രം ജനറേറ്റ് ചെയ്താൽ മതി. മൈ കാർ എന്നതാണ് ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് എങ്കിൽ ഈ ഒബ്ജക്റ്റിനെ ജസ്റ്റ് ഈ കാർ എന്ന ക്ലാസ്സുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി മൈ കാർ എന്ന ഒബ്ജക്റ്റിലേക്ക് അതിന്റെ കമ്പനി നെയിം, മോഡൽ, ഫ്യൂവൽ ടൈപ്പ്, കളർ എന്നതെല്ലാം കിട്ടും. അതിനുശേഷം വേറൊരാളൊരു കാറ് വാങ്ങുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു ഒബ്ജക്റ്റ് ജനറേറ്റ് ചെയ്താൽ മതി. യുവർ കാർ എന്നതാണ് ആ രണ്ടാമത്തെ ഒബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ യുവർ കാർ എന്ന ഒബ്ജക്റ്റിനെയും ഈ കാർ എന്ന ക്ലാസ്സിലേക്ക് ഒന്ന് കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഈ 4 പ്രോപ്പർട്ടീസും അതിലേക്ക് അലോക്കേറ്റ് ആവും. ഇങ്ങനെ എത്ര നമ്പർ ഓഫ് ഒബ്ജക്ട്സ് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പൊ ചെയ്തത് ഇത്ര മാത്രമാണ്. ഒരേ ഒരു തവണ ഒരു ക്ലാസ് ജനറേറ്റ് ആയി അതിൽ ഡീറ്റെയിൽ ആയി അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം കൊടുത്തു. ദെൻ ഈ പ്രോപ്പർട്ടീസ് എല്ലാം വരുന്ന ഓരോ കാറുകൾക്കായിട്ട് ജസ്റ്റ് ഓരോ ഒബ്ജക്ട്സ് മാത്രമേ ക്രിയേറ്റ് ആയിട്ടുള്ളൂ. സോ നമ്മൾ ഇവിടെ കാണാൻ പോകുന്ന ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്ട്സിൽ വർക്കാവുന്ന ഓപ്പറേറ്റേഴ്സ് ആണ്. അതായത് മൈ കാർ, യുവർ കാർ എന്ന ഒബ്ജക്ട്സിൽ വർക്കാവുന്ന ഓപ്പറേറ്റേഴ്സ് ആണ്. സോ ഇവിടെ ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് കമ്പയർ ചെയ്യുന്നത് രണ്ട് ഒബ്ജക്ട്സ് ഈക്വൽ ആണോ എന്നതല്ല, മറിച്ച് സെയിം ഒബ്ജക്റ്റ് വിത്ത് സെയിം മെമ്മറി ആണോ എന്നതാണ് ചെക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പൊ മൈ കാർ എന്ന ഒബ്ജക്റ്റില് ഒരു കമ്പനി നെയിം, ഫ്യൂവൽ ടൈപ്പ്, മോഡല്, കളറൊക്കെ ഉണ്ട്. യുവർ കാർ എന്ന ഒബ്ജക്റ്റിലും ഇതേ കമ്പനി നെയിം, ഇതേ മോഡലിലുള്ള, ഇതേ ഫ്യൂവൽ ടൈപ്പ് ഉള്ള, സെയിം കളർ ഉള്ള ഒരു കാർ തന്നെയാണ് ഉള്ളത് എന്നാണെങ്കിൽ രണ്ട് ഒബ്ജക്റ്റിലുമുള്ള വാല്യൂസ് ഈക്വൽ ആണ്, ഒരേ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ സെയിം അല്ല, കാരണം ഇത് രണ്ടും 2 ഡിഫറെന്റ് കാറുകളാണ്. പക്ഷെ അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആയി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നത് കാരണം കൊണ്ട് ഇത് സെയിം ഒബ്ജക്റ്റ് ആവുന്നില്ല. സോ ആ കമ്പാരിസൺ ആണ് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് ചെയ്യുന്നത്. അതായത് രണ്ട് ഒബ്ജക്ട്സും ഈക്വൽ ആണോ, അതിന്റെ വാല്യൂസ് ഈക്വൽ ആണോ എന്നല്ല, മറിച്ച് രണ്ടും സെയിം ആണോ, സെയിം മെമ്മറി ലൊക്കേഷനിലാണോ ഉള്ളത് എന്നതാണ് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ്
ഐഡന്റിറ്റീസ് ആണ് കമ്പയർ ചെയ്യുന്നത്. അതായത് രണ്ടും ഐഡന്റിക്കൽ ആണോ എന്നാണ് കമ്പയർ ചെയ്യുന്നത്, അല്ലാതെ ഇക്വാലിറ്റി അല്ല. രണ്ടിലും ഈക്വൽ വാല്യൂസ് ആണോ എന്നല്ല കമ്പയർ ചെയ്യുന്നത്. മാത്രമല്ല ഈ ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സിന് ടൈപ്പ് ഓഫ് ഡാറ്റ ഡിറ്റർമൈൻ ചെയ്യാനും യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു വേരിയബിൾ ഉണ്ട്, ആ വേരിയബിൾ ഇന്ന ഡാറ്റ ടൈപ്പിൽ തന്നെയാണോ ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനും ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പൈത്തണില് രണ്ട് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് ആണ് ഉള്ളത്, ഈസ് അതേപോലെ ഈസ് നോട്ട്. ഇതിൽ ഈസ് എന്ന ഐഡന്റിറ്റി ഓപ്പറേറ്റർ എഴുതുന്നത് ഈ രീതിക്കാണ്: ഓപ്പറൻഡ് 1, then ഈസ് എന്ന കീവേഡ്, then ഓപ്പറൻഡ് 2. ഇതിൽ ഓപ്പറൻഡ് 1ഉം ഓപ്പറൻഡ് 2ഉം ഒബ്ജക്ട്സ് ആവാം, വേരിയബിൾസ് ആവാം, വാല്യൂസ് ആവാം, ഏതെങ്കിലും ഡാറ്റ ടൈപ്പ് ആവാം, അങ്ങനെ എന്ത് വാല്യൂസ് വേണമെങ്കിലും ആവാം. അതേപോലെ ഈസ് നോട്ട് എന്ന ഐഡന്റിറ്റി ഓപ്പറേറ്റർ എഴുതുന്നത് ഈ രീതിക്കാണ്: ഓപ്പറൻഡ് 1 ഈസ് നോട്ട് ഓപ്പറൻഡ് 2. ഇവിടെയും ഓപ്പറൻഡ് 1ഉം ഓപ്പറൻഡ് 2ഉം ഒബ്ജക്ട്സോ വാല്യൂസോ വേരിയബിൾസോ ഡാറ്റ ടൈപ്സോ എന്തുമാവാം. ദെൻ ഈസ് എന്ന ഐഡന്റിറ്റി ഓപ്പറേറ്റർ ട്രൂ എന്ന റിസൾട്ട് തരുന്നത് ഓപ്പറൻഡ് 1ഉം ഓപ്പറൻഡ് 2ഉം സെയിം ഒബ്ജക്ട്സ് ആവുന്ന സമയത്താണ്. സോ ഓപ്പറൻഡ് 1ഉം ഓപ്പറൻഡ് 2ഉം സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ഈസ് എന്നത്. അതേപോലെ ഈസ് നോട്ട് എന്നത് ട്രൂ എന്ന റിസൾട്ട് തരുന്നത് ഓപ്പറൻഡ് 1ഉം ഓപ്പറൻഡ് 2ഉം രണ്ട് ഡിഫറെന്റ് ഒബ്ജക്ട്സ് ആവുന്ന സമയത്താണ്. നെക്സ്റ്റ് നമുക്ക് ഐഡന്റിറ്റി ഓപ്പറേറ്റർ ഈസ് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഇന്റിജർ വാല്യൂസിൽ എങ്ങനെയാണ് ഐഡന്റിറ്റി ഓപ്പറേറ്റർ വർക്ക് ആവുന്നത് എന്നാണ് ആദ്യം നോക്കുന്നത്. ആദ്യം തന്നെ a is equal to 1 എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, then b is equal to 1 എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ c is equal to a എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് a-യിൽ 1 എന്ന നമ്പർ, b-യിലും 1 എന്ന നമ്പർ ഉണ്ട്, c എന്നത് a ആണ് എന്ന് അസൈൻ ചെയ്തിട്ടുമുണ്ട്. സോ c-യിലുള്ള വാല്യൂ 1 എന്ന് തന്നെ ആയിരിക്കും. ഇവിടെ a-യിലും b-യിലും എല്ലാം സ്റ്റോർ ചെയ്തിട്ടുള്ളത് സിംഗിൾ വാല്യൂസ് ആയത് കാരണം കൊണ്ട് തന്നെ അതെല്ലാം എപ്പോഴും സെയിം ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. സോ ആദ്യം തന്നെ a ഈസ് b എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് എയും ബിയും സെയിം ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ട്രൂ എന്നാണ് കിട്ടുക. കാരണം എയിലുള്ളതും 1 എന്ന വാല്യൂ ആണ്, ബിയിലുള്ളതും 1 എന്ന വാല്യൂ ആണ്, രണ്ടും സിംഗിൾ വാല്യൂസ് ആണ്. 1ന് 1 എന്നല്ലാതെ വേറെ വാല്യൂസ് ഒന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ എയും ബിയും സെയിം തന്നെയാണ്. ദെൻ എ ഈസ് സി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എയും സിയും സെയിം ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 1 എന്ന വാല്യൂ ആണ്, സിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എയിലുള്ളത് എന്താണോ അത് തന്നെയാണ്. സോ എയും സിയും സെയിം തന്നെയാണ്, അതിന്റെ റിസൾട്ടും ട്രൂ എന്ന് തന്നെ കിട്ടും. ദെൻ ബി ഈസ് സി ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ബിയിലുള്ളത് 1 എന്ന വാല്യൂ ആണ്, സിയിലുള്ളത് എയിലുള്ളത് എന്താണോ അതാണ്, എയിലുള്ളതും 1 തന്നെയാണ്. ദാറ്റ് മീൻസ് ബിയിലുള്ളതും സിയിലുള്ളതും 1 എന്ന വാല്യൂ തന്നെയാണ്. അതുകൊണ്ട് ബി ഈസ് സി എന്ന് കൊടുത്താലും അതിന്റെ റിസൾട്ട് ട്രൂ തന്നെയാണ്. നോർമലി ഇങ്ങനെയുള്ള സിംഗിൾ ഡാറ്റ ടൈപ്സിലെല്ലാം ഐഡന്റിറ്റി ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത് അതിന്റെ ടൈപ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ടൈപ്പ് ഓഫ് എ ഈസ് ഇന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് എ എന്ന വേരിയബിളിന്റെ ടൈപ്പ് ഇന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കോഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ട്രൂ എന്നതായിരിക്കും. അതേപോലെ ടൈപ്പ് ഓഫ് ബി ഈസ് ഇന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും ട്രൂ കിട്ടും. ടൈപ്പ് ഓഫ് സി ഈസ് ഇന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും ട്രൂ എന്ന് നമുക്ക് കിട്ടും. സോ ഇങ്ങനെയാണ് ഒരു ഇന്റിജർ നമ്പറിൽ ഐഡന്റിറ്റി ഓപ്പറേറ്റർ ആയ ഈസ് വർക്ക് ആവുന്നത്. നെക്സ്റ്റ് നമുക്കൊരു സ്ട്രിംഗ് ഡാറ്റ ടൈപ്പിൽ എങ്ങനെയാണ് ഈസ് വർക്ക് ആവുന്നത് നോക്കാം. നേരത്തെ കണ്ട പോലത്തെ തന്നെ കോഡാണ്. എയിൽ പൈത്തൺ എന്നൊരു സ്ട്രിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ബിയിലും പൈത്തൺ എന്ന സ്ട്രിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സി ഈസ് ഈക്വൽ ടു എ എന്ന് അസൈൻ ചെയ്തിട്ടുമുണ്ട്. ദെൻ എ ഈസ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് എയിലും ബിയിലും ഉള്ള സ്ട്രിംഗ് സെയിം ആണോ എന്നതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. സ്ട്രിംഗ് എന്ന് പറയുന്നതും ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ എ ഈസ് ബി എന്നത് ട്രൂ ആണ്. അതായത് എ എന്ന വേരിയബിളിൽ പൈത്തൺ എന്ന ഒരു സ്ട്രിംഗ് ആണുള്ളത്, ബി എന്ന വേരിയബിളിൽ പൈത്തൺ എന്ന ഒരേ ഒരു സ്ട്രിംഗ് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് രണ്ടും സെയിം ആണ്. ദെൻ എ ഈസ് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ തന്നെ ആയിരിക്കും, കാരണം സി എന്നതിലേക്ക് എ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ
ബി ഈസ് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ബിയിൽ പൈത്തൺ എന്ന സ്ട്രിംഗ് ആണുള്ളത്, സിയിലും ഇൻഡയറക്ട്ലി പൈത്തൺ എന്ന സ്ട്രിംഗ് തന്നെയാണുള്ളത്. സോ അത് രണ്ടും ട്രൂ തന്നെയാണ്. ദെൻ ഇതിന്റെ ടൈപ്പ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് ഓഫ് ബി ഈസ് str, അതായത് ടൈപ്പ് ഓഫ് ബി സ്ട്രിംഗ് ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ട്രൂ ആയിരിക്കും. അതായത് ബി എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റയുടെ ടൈപ്പ് സ്ട്രിംഗ് ആണോ എന്നതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ടുള്ളത്. അത് ട്രൂ ആണ്. അതേപോലെ ടൈപ്പ് ഓഫ് എയും സ്ട്രിംഗ് ആണ്, ടൈപ്പ് ഓഫ് സിയും സ്ട്രിംഗ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഒരു ലിസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള കമ്പാരിസൺ നോക്കാം. ഇവിടെ എ എന്നതൊരു ലിസ്റ്റ് ആണ്. അതിൽ 2 വാല്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്, പൈത്തണും ജാവയും. ദെൻ അതിനുശേഷം ബി എന്നൊരു ലിസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും പൈത്തണും ജാവയും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട 2 എക്സാമ്പിൾസ് മാതിരി അല്ല ഇവിടെ വർക്ക് ചെയ്യുക. ഇത് 2 ലിസ്റ്റിനെയും 2 സെപ്പറേറ്റ് ലിസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ട ഒബ്ജക്റ്റ് പോലെ തന്നെയാണ് ലിസ്റ്റ് വർക്ക് ആവുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട മൈ കാർ എന്ന ഒബ്ജക്റ്റ് ആയിട്ടും ബി എന്ന് പറയുന്നത് യുവർ കാർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒബ്ജക്റ്റ് ആയിട്ടുമാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതായത് ലിസ്റ്റിന്റെ കേസിലെല്ലാം 2 ഡിഫറെന്റ് ലിസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ദെൻ ലാസ്റ്റ് സി ഈസ് ഈക്വൽ ടു എ എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ 3 ലൈൻ ഓഫ് കോഡാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ കമ്പാരിസൺ ചെയ്യാൻ പോവുകയാണ്. എ ഈസ് ബി ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അതായത് എ എന്ന ലിസ്റ്റും ബി എന്ന ലിസ്റ്റും സെയിം ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അല്ലാതെ രണ്ടിലുള്ള കാര്യങ്ങൾ ഒന്ന് തന്നെയാണോ എന്നല്ല ചെക്ക് ചെയ്യുന്നത്, രണ്ടും സെയിം ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഇവിടെ രണ്ടും സെയിം അല്ല. കാരണം സെയിം ആണെങ്കിൽ നമ്മളിങ്ങനെ 2 ലിസ്റ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും 2 ഡിഫറെന്റ് ലിസ്റ്റുകളാണ്. സോ എ ഈസ് ബി ഫാൾസ് ആണ്. ദെൻ അടുത്തത് എ ഈസ് സി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് എ എന്ന് ഒരു ലിസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സിയിലേക്ക് ആ എനെ അസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇൻഡയറക്ട്ലി എയിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് സിയിലും ഉള്ളത്. അതായത് രണ്ടും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് ട്രൂ ആയിരിക്കും. സോ എ ഈസ് സി എന്ന് പറയുന്നത് ട്രൂ ആണ്. ദെൻ ബി ഈസ് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ബിയിലുള്ളത് പൈത്തണും ജാവയും ആണ്, സിയിലുള്ളതും ഇൻഡയറക്ട്ലി പൈത്തണും ജാവയുമാണ്. പക്ഷെ സിനെ കണക്ട് ചെയ്തിരിക്കുന്നത് എ എന്ന ലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ബി ഈസ് സി എന്നത് ഫാൾസ് ആണ്. ദെൻ ടൈപ്പ് ഓഫ് സി ഈസ് ലിസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് സി എന്നത് ഒരു ലിസ്റ്റ് ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതെ, ഇൻഡയറക്ട്ലി സി എന്നത് എ എന്ന ലിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടൈപ്പ് സി എന്ന് പറയുന്നത് ലിസ്റ്റ് തന്നെയാണ്. എന്നാൽ ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സിലാണ് ഇങ്ങനെ എയും ബിയും എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ളത്. മറിച്ച് നമ്മൾ ഇങ്ങനെ ഒരു കമ്പാരിസൺ ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് എയും ബിയും ഈക്വൽ ആണോ എന്ന് ഈ രീതിക്ക് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് എയിലുള്ള എല്ലാ ഡാറ്റാസും അതേപോലെ തന്നെ ബിയിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യൽ മാത്രമാണ്. സോ എ ഈക്വൽ ടു ബി എന്ന് കൊടുത്താൽ അതിന്റെ റിസൾട്ട് ട്രൂ ആയിരിക്കും. കാരണം രണ്ടിലും ഉള്ള ഡാറ്റാസ് ആ ലിസ്റ്റിന്റെ ഉള്ളിലുള്ള എൻട്രീസ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ആ റിസൾട്ട് ട്രൂ ആയിരിക്കും. പക്ഷെ എ എന്നതും ബി എന്നതും 2 ഡിഫറെന്റ് ലിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഈസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് ഫാൾസ് ആയിരിക്കും. ഇനി ഇപ്പൊ കണ്ട എക്സാമ്പിൾസ് ഒക്കെ തന്നെ ഈസ് നോട്ട് എന്ന ഐഡന്റിറ്റി ഓപ്പറേറ്റർ യൂസ് ചെയ്ത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് നോക്കാം. ഏറ്റവും ആദ്യം എ എന്ന വേരിയബിളിലേക്ക് 1 എന്ന ഒരു സിംഗിൾ വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബി എന്ന വേരിയബിളിലേക്ക് 2 എന്നൊരു നമ്പറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ സി ഈസ് ഈക്വൽ ടു എ എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് എ ഈസ് നോട്ട് ബി എന്നതാണ്. അതായത് എയും ബിയും സെയിം അല്ല എന്നാണ് പറയുന്നത്. സെയിം അല്ല കാരണം എയിലുള്ളത് 1ഉം ബിയിലുള്ളത് 2ഉം ആണ്. സോ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ റിസൾട്ട് ട്രൂ ആയിരിക്കും. എ ഈസ് നോട്ട് ബി ട്രൂ ആണ്. ദെൻ എ ഈസ് നോട്ട് സി എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് എയിലുള്ളത് 1 ആണ്, സിനെ എനോട് ഈക്വൽ ആക്കിയിട്ടുമുണ്ട്. അതിനുശേഷം പറയുകയാണ് എ ഈസ് നോട്ട് സി എന്നത്. സോ ഇത് ഫാൾസ് ആണ്. കാരണം സിയിലും ഇൻഡയറക്ട്ലി 1 എന്ന നമ്പർ തന്നെയാണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ എയും സിയും സെയിം ആണ്. ദെൻ
ബി ഈസ് നോട്ട് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ബിയിലുള്ളത് 2 എന്ന വാല്യൂ ആണ്, സിയിലുള്ളത് എയിലുള്ള വാല്യൂ എന്താണോ അത് തന്നെയാണ്. സോ സി ഈസ് ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് തന്നെ ബി ഈസ് നോട്ട് സി എന്ന കോഡ് ട്രൂ ആണ്. ദെൻ ലാസ്റ്റ് ടൈപ്പ് ഓഫ് എ ഈസ് നോട്ട് ഇന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് അതിന്റെ ടൈപ്പ് എന്താണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എ എന്നതിന്റെ ടൈപ്പ് ഈസ് നോട്ട് ഇന്റിജർ അല്ല എന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ റിസൾട്ട് ഫോൾസ് ആണ്. കാരണം ടൈപ്പ് ഓഫ് എ എന്ന് പറയുന്നത് ഇന്റ് തന്നെയാണ്. സോ ഇങ്ങനെയാണ് ഈസ് നോട്ട് വർക്ക് ആവുന്നത്. അടുത്തത് എങ്ങനെയാണ് ഈസ് നോട്ട് സ്ട്രിംഗിൽ വർക്ക് ആവുന്നത് നോക്കാം. എ എന്നൊരു വേരിയബിൾ ഉണ്ട്, അതിൽ പൈത്തൺ എന്ന ഒരു സിംഗിൾ സ്ട്രിംഗ് അസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ ബി എന്ന വേരിയബിളിലേക്ക് ജാവ എന്നൊരു സ്ട്രിംഗ് അസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ സി ഈസ് ഈക്വൽ ടു എ എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ എ ഈസ് നോട്ട് ബി, അതായത് എയിലും ബിയിലും ഉള്ളത് 2 ഡിഫറെന്റ് സ്ട്രിംഗ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രൂ ആണ്. ദെൻ എ ഈസ് നോട്ട് സി, അതായത് എയിലും സിയിലും ഉള്ളത് സെയിം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഫോൾസ് ആണ്. കാരണം എയിൽ പൈത്തൺ എന്ന സ്ട്രിംഗ് ആണ് ഉള്ളത്, സിയിലും ഇൻഡയറക്ട്ലി പൈത്തൺ എന്ന സ്ട്രിംഗ് തന്നെയാണ് ഉള്ളത്. ദെൻ ബി ഈസ് നോട്ട് സി, ബിയിൽ ജാവയാണുള്ളത്, സി എന്നതിൽ പൈത്തൺ എന്ന സ്ട്രിംഗ് ആണുള്ളത്. സോ ബി ഈസ് നോട്ട് സി ട്രൂ ആണ്. ദെൻ ടൈപ്പ് ഓഫ് ബി ഈസ് നോട്ട് str, അതായത് ബി എന്നതിന്റെ ടൈപ്പ് സ്ട്രിംഗ് അല്ല എന്നാണ് ഈ പറയുന്നത്. അത് ഫോൾസ് ആണ്. കാരണം ബി എന്ന വേരിയബിളിന്റെ ടൈപ്പ് സ്ട്രിംഗ് ആണ്. സോ ഇങ്ങനെയാണ് ഈസ് നോട്ട് സ്ട്രിംഗിൽ വർക്ക് ആവുക. ദെൻ ലാസ്റ്റ് ഈസ് നോട്ട് എങ്ങനെയാണ് ലിസ്റ്റിൽ വർക്ക് ആവുന്നത് നോക്കാം. എ എന്നൊരു ലിസ്റ്റ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈത്തൺ ജാവ എന്ന 2 ഐറ്റംസ് ആണ് ആ ലിസ്റ്റിലുള്ളത്. ദെൻ ബി എന്നൊരു ലിസ്റ്റ് ഉണ്ട്, അതിലും ഇതേ ഐറ്റംസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ രണ്ടും ഡിഫറെന്റ് ലിസ്റ്റുകളാണ്. ദെൻ സി ഈസ് ഈക്വൽ ടു എ എന്നും കൊടുത്തിട്ടുണ്ട്. സോ എ ഈസ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ, അതായത് എയും ബിയും സെയിം ലിസ്റ്റുകളല്ല, 2 ഡിഫറെന്റ് ലിസ്റ്റുകളാണെന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് ട്രൂ ആയിരിക്കും. ദെൻ എ ഈസ് നോട്ട് സി, എയും സിയും സെയിം അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. കാരണം എ എന്ന ലിസ്റ്റിലുള്ളത് പൈത്തണും ജാവയുമാണ്, സി എന്ന ലിസ്റ്റിലേക്ക് ആ സെയിം എയിലുള്ള ലിസ്റ്റ് തന്നെയാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. സോ രണ്ടും സെയിം ആണ്. ദെൻ ബി ഈസ് നോട്ട് സി എന്ന് പറഞ്ഞാൽ, അതായത് ബിയും സിയും സെയിം അല്ല എന്ന് പറഞ്ഞാൽ അത് ട്രൂ ആണ്, കാരണം രണ്ടും ഡിഫറെന്റ് ലിസ്റ്റുകളാണ്. ദെൻ ടൈപ്പ് ഓഫ് സി ഈസ് നോട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ, അതായത് സി എന്നതിന്റെ ടൈപ്പ് ലിസ്റ്റ് അല്ല എന്ന് കൊടുത്താൽ അതിന്റെ റിസൾട്ട് ഫോൾസ് ആണ്, കാരണം സിയും ഒരു ലിസ്റ്റ് തന്നെയാണ്. എന്നാൽ കമ്പാരിസൺ ഓപ്പറേറ്ററായ നോട്ട് ഈക്വൽ ടു യൂസ് ചെയ്ത് ഇങ്ങനെ ചെക്ക് ചെയ്ത്, അതായത് എ നോട്ട് ഈക്വൽ ടു ബി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ കൊടുത്താൽ ലിസ്റ്റിന്റെ ഉള്ളിലുള്ള വാല്യൂസ് നോട്ട് ഈക്വൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യുക. എന്നാൽ ഇവിടെ എയും ബിയും സെയിം ആയിട്ടുള്ള വാല്യൂസ് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് ഫോൾസ് ആയിരിക്കും. സോ ഇങ്ങനെയാണ് ഈസ് നോട്ട് ലിസ്റ്റിൽ വർക്ക് ആവുന്നത്. ഇതേപോലെ തന്നെ ആയിരിക്കും ഈസ് നോട്ട് ഒബ്ജക്ട്സിലും വർക്ക് ആവുക. ദെൻ നമുക്ക് നെക്സ്റ്റ് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സിന്റെ ഓർഡർ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് പ്രിസിഡൻസും അസോസിയേറ്റിവിറ്റി. ഏറ്റവും ആദ്യം പ്രിസിഡൻസ്. പ്രിസിഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സിന്റെ പ്രയോറിറ്റി ആണ്. അതായത് ആ ഗ്രൂപ്പിൽ ഏതിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി, ഏതിനാണ് ലോവസ്റ്റ് പ്രയോറിറ്റി എന്നൊക്കെയുള്ള ഓർഡർ ആണ്. ഇവിടെ ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് 2 എണ്ണത്തിനും സെയിം പ്രിസിഡൻസ് ആണുള്ളത്, അതായത് രണ്ടിനും ഒരേ പ്രയോറിറ്റി ആണുള്ളത്. സോ ഒരേ പ്രയോറിറ്റി ഉള്ള ഓപ്പറേറ്റേഴ്സ് ഒരു എക്സ്പ്രഷനിൽ ഒന്നിൽ കൂടുതൽ തവണ വന്നു കഴിഞ്ഞാൽ അസോസിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ഓർഡർ ഡിറ്റർമൈൻ ചെയ്യുക. സോ അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പ്രിസിഡൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സിന്റെ ഓർഡർ ഓഫ് ഓപ്പറേഷൻ ആണ്. 2 രീതിക്കുള്ള അസോസിയേറ്റിവിറ്റി ആണുള്ളത്, ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും. ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സിന് പൈത്തണില് ലെഫ്റ്റ് ടു റൈറ്റ് അസോസിയേറ്റിവിറ്റി ആണുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് ഈ സെഷനിൽ പറയുന്നത്.